ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് സോക്കറ്റ് ഇതൊക്കെ എത്ര ആംബിയർ വേണം, ഏതൊക്കെ പൊസിഷനിലാണ്, ഏതൊക്കെ പവർ പ്ലഗിന്, അങ്ങനെ ഓരോ സെക്ഷൻ എത്ര ആംബിയർ, സ്വിച്ചിന് എത്ര ആംബിയർ വേണം, 2 വേ സ്വിച്ചിന് ആംബിയർ എത്ര, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു നോർമൽ സ്വിച്ച്, അതായത് അത്യാവശ്യം നമ്മുടെ വീടുകളിലെല്ലാം തന്നെ വയ്ക്കുന്ന സ്വിച്ചുകളെല്ലാം തന്നെ ഒരു 6 ആംസിൻ്റെ സ്വിച്ചുകളാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാക്സിമം വരുന്ന പ്ലഗ് സോക്കറ്റും വരുന്നത് 6 ആംബിയറാണ് വരുന്നത്. 6 ആംബിയർ അല്ലെങ്കിൽ 10 ആംബിയറാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതലും 6 ആംബിയറാണ്, അതായത് 6 ആംബിയറാണ് കൂടുതലും നമുക്ക് മാർക്കറ്റിലായിട്ട് കിട്ടുന്നത്. നോർമൽ ടൈപ്പ് വരുന്ന നോർമൽ സ്ഥലങ്ങളിൽ വരുന്ന സ്വിച്ചുകളെല്ലാം തന്നെ സോക്കറ്റുകളാണെങ്കിൽ 6 ആംബിയർ മതി. പിന്നെ പവർ സോക്കറ്റുകളും പവർ സ്വിച്ചും വരുന്നത് 16 ആംബിയറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അതായത് മെയിനായിട്ട് വരുന്ന പവർ പ്ലഗുകൾ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ പവർ സ്വിച്ച് വരുന്നത് 16 ആംബിയർ. അതുപോലെ തന്നെ പ്ലഗ് സോക്കറ്റ് വരുന്നത് 16 ആംബിയറാണ് വരുന്നത്. അങ്ങനെ പവറിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വേൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് പവർ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വേ സെക്ഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സാധാ 1 വേ സ്വിച്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ പവറിൻ്റെ 2 വേ സെക്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് 2 വേ സെക്ഷൻ തന്നെ നോർമൽ വരുന്നത് സാധാ പവർ വരുന്നുണ്ട്. 16 ആംസിൻ്റെ 2 വേയും വരുന്നുണ്ട്. പിന്നെ 20 ആംസിൻ്റെ 2 വേയും വരുന്നുണ്ട്. നോർമൽ 2 വേ വരുന്നത് 6 ആംസിൻ്റെ 2 വേ ആണ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ 2 വേയും വരുന്നുണ്ട്. അതായത് മാസ്റ്റർ സ്വിച്ച് കാര്യങ്ങളൊക്കെ മാസ്റ്ററിൽ തെളിയുന്ന ലൈറ്റുകളൊക്കെ വരുന്നത് നോർമൽ 2 വേ സ്വിച്ചിലാണ് വരുന്നത്. അത് വരുന്നത് 6 ആംസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ സ്വിച്ചുകളൊക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നോർമൽ സ്വിച്ച്, നോർമൽ പ്ലഗ് യൂസ് ചെയ്യുന്നത്, അതായത് കോമൺ ആയിട്ട് വരുന്ന ടി വിയുടെ ഏരിയ, അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന സാധാ എല്ലാ ട്യൂബ് ലൈറ്റുകൾ, ഫാൻ, അതുപോലെ തന്നെ മറ്റ് ലൈറ്റുകളെല്ലാം തന്നെ വരുന്നത് സാധാ നമ്മുടെ 2 വേ സ്വിച്ചിലാണ് വരുന്നത്. ഇതൊക്കെ വരുന്നത് റൂമിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അത്യാവശ്യം കോമൺ ഏരിയകളെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്, മെയിനായിട്ട് കോമൺ ഏരിയകളെല്ലാം യൂസ് ചെയ്യുന്നത് 6 ആംസിൻ്റെ പ്ലഗും 6 ആംസിൻ്റെ സോക്കറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഇനി പവർ സ്വിച്ചും പവർ സോക്കറ്റും എവിടെയാണ് ഉപയോഗിക്കുന്നതാണ്? കിച്ചണിലാണ് മെയിനായിട്ട് വരുന്നത്. കിച്ചണിൻ്റെ പ്ലഗുകളെല്ലാം തന്നെ വരുന്നത് നമ്മൾ 16 ആംസിൻ്റെ പ്ലഗും അതുപോലെ തന്നെ 16 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റും സ്വിച്ചുമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻഡക്ഷൻ കുക്കർ കുത്തുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ നമുക്ക് മിക്സിയുടെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലാതെ പവർ വരുന്ന അത്യാവശ്യം പവറുകളെല്ലാം വരുന്ന ഏരിയകളെല്ലാം തന്നെ നമ്മൾ പവറിൻ്റെ പ്ലഗുകളാണ് യൂസ് ചെയ്യുന്നത്. അത് 16 ആംസിൻ്റെ പ്ലഗും അതുപോലെ 16 ആംസിൻ്റെ സ്വിച്ചുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാഷിംഗ് മെഷീന് നമ്മൾ പവറാണ് കൊടുക്കുന്നത്. ഹീറ്ററിന് അതുപോലെ തന്നെ നമ്മൾ അതായത് ബാത്റൂം അറ്റാച്ച്ഡ് ആണെങ്കിൽ ബാത്റൂമിൽ വരുന്ന ഹീറ്റർ നമ്മൾ കൊടുക്കുന്നത് 16 ആംസിൻ്റെ സ്വിച്ചും 16 ആംസിൻ്റെ സോക്കറ്റുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ വരുന്നതാണ് പവറിൻ്റെ 2 വേ സെക്ഷൻ വരുന്നത്. പവറിൻ്റെ 2 വേ സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് വരുന്നത് ഈ പവറിൻ്റെ 2 വേ വെച്ചിട്ട്, പവറിൻ്റെ 2 പ്ലഗ് സോക്കറ്റും പവറിൻ്റെ 2 വേയും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻവെർട്ടർ കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇൻവെർട്ടർ കണക്ഷന് വേണ്ടിയിട്ട് പവർ 2 സെക്ഷൻ വരുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഹീറ്റർ വേണമെങ്കിൽ പവർ 2 വേയിൽ ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ഹീറ്റർ ഉപയോഗിച്ചിട്ട് 2 ബാത്റൂമുകൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം പവറിൻ്റെ 2 വേ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 16 ആംസിൻ്റെ അല്ലെങ്കിൽ 20 ആംസിൻ്റെ 2 വേ ഉപയോഗിച്ചിട്ട് ഹീറ്ററിന് കൊടുക്കാം. അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ അകത്ത് സ്വിച്ച് വരുന്നത്, അതായത് സാധാ സിമ്പിളായിട്ട് വയ്ക്കുന്ന 2 വേ അല്ല, സാധാ ലെവലിൽ വയ്ക്കുന്നതെങ്കിൽ ഹീറ്ററിന് പവറിൻ്റെ പ്ലഗും പവറിൻ്റെ സ്വിച്ചും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ 2 വേ സെക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷനിൽ വരുന്നതാണ് നോർമലായിട്ട് ഉപയോഗിക്കുന്ന 2 വേ സെക്ഷൻ. മെയിനായിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഉപയോഗിക്കുന്ന 2 വേ സെക്ഷനിലാണ് വരുന്നത്. അതായത് അത് വരുന്നത് 6 ആംസിൻ്റെ 2 വേ ആണ് യൂസ് ചെയ്യുന്നത്. ഈ 6 ആംസിൻ്റെ 2 വേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാസ്റ്ററിൽ തെളിയുന്ന ലൈറ്റുകളെല്ലാം തന്നെ മാസ്റ്ററിൽ ഇടുന്ന ലൈറ്റുകൾ, അതായത് മാസ്റ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് ഒറ്റ സ്വിച്ച് നമ്മുടെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ടാവും. അത് ഇടുന്ന സമയത്ത് വീട്ടിൽ അത്യാവശ്യം ലൈറ്റുകളെല്ലാം തെളിയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ലൈറ്റിൽ നമ്മൾ കൊടുക്കുന്നത് 2 വേ, നോർമൽ 2 വേ 6 ആംസിൻ്റെ സ്വിച്ചുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതെല്ലാം ഈ മാസ്റ്റർ സ്വിച്ച് വരുന്നത് മെയിനായിട്ട് വരുന്നത് ബെഡ്റൂമിലായിട്ടാണ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.